പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് തിരുസഭ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ ഒന്നാം വായനയിൽ ദൈവത്തിൻ്റെ പുരോഹിതൻ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രഹാമിനെ ആശീർവദിക്കുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം എൻ്റെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പഴയ നിയമത്തിലും ബലിയർപ്പണം ഉണ്ടായിരുന്നു. അപ്പവും വീഞ്ഞും വാഴ്ത്തി ആശീർവദിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് അന്ത്യത്താഴ സമയത്ത് യേശു അപ്പവും വീഞ്ഞും ആശീർവദിച്ച് ദിവ്യകാരുണ്യം സ്ഥാപിച്ചു എന്നതിനെ കുറിച്ചാണ്. യേശു അപ്പമെടുത്ത് കൃതജ്ഞത ബലി അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. പാനപാത്രമെടുത്ത് യേശു അരുൾ ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. നാം ഓരോ ദിവ്യബലിയിലും പങ്കുകൊള്ളുമ്പോഴും യേശു സന്തോഷിക്കും. കാരണം നാം യേശുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുകൊള്ളുന്നു. യേശു നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ ത്യാഗത്തെ നാം ഓർക്കുന്നു, നന്ദി പറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു 5 അപ്പവും 2 മീനും ആശീർവദിച്ച് 5000 പേരെ തീറ്റിപ്പോറ്റിയ അത്ഭുതത്തെക്കുറിച്ചാണ്. യേശു പിതാവായ ദൈവത്തോട് കൃതജ്ഞത അർപ്പിച്ച ശേഷമാണ് അപ്പം വിളമ്പുവാനായിട്ട് ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നത്. പിതാവായ ദൈവമാണ് യേശുവിലൂടെ പ്രവർത്തിക്കുന്നത്. ദിവ്യകാരുണ്യ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നാം പരിശുദ്ധ ദിവ്യബലിയിൽ എത്രമാത്രം ഭക്തി ആദരവോടെ പങ്കുകൊള്ളണമെന്ന് ഓർക്കാം. കാരണം അപ്പവും വീഞ്ഞും പരിശുദ്ധാത്മാവ് വൈദികന്റെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാക്കി മാറ്റുന്നു. അപ്പോൾ മുതൽ യേശു അൾത്താരയിൽ സന്നിഹിതനാണ്. പരിശുദ്ധ ദിവ്യബലിയിൽ നാം യേശുവിൻ്റെ തിരുശരീരം ഭക്ഷിക്കുന്നുണ്ട്. യേശുവിൻ്റെ തിരുശരീരം ഭക്ഷിക്കുന്ന നാം ഓരോരുത്തരിലും ദൈവിക സ്വഭാവം രൂപപ്പെടേണ്ടതാണ്. യേശുവിനെ പോലെ ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാം ഈ ലോകത്തിൽ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. യേശുവിനെ അനുകരിച്ച് ജീവിച്ച് അനേകം ആത്മാക്കളെ സ്വർഗത്തിനു വേണ്ടി നേടാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.